ഞാൻ ഇങ്ങനെ ശബരിമല ഇറക്കം ഇറങ്ങി വരുന്നു. താഴെ വലിയ കൊക്കോ. ഞാനൊരു വളവ് തിരിയുന്നു. പെട്ടെന്ന് കുറേ നിൽക്കുന്നു. ആരാ? 3 ഒറ്റയാൻ. ഞാനൊരു ചവിട്ട് വെച്ചു കൊടുത്തു. എന്റെ സാറേ, വായുണ്ടെങ്കിൽ കാർ പോലും നിലവിളിച്ചേന്. ഞാൻ മിണ്ടിയോ? മിണ്ടിയില്ല. ഞാനൊരു 10 മിനിറ്റ് ലൈറ്റ് അണച്ച് കാറിലിരുന്നു. ആനകൾ അനങ്ങിയോ? അനങ്ങിയില്ല. നിവർത്തിയില്ലാതെ ഞാൻ ജാക്കി എടുത്തെറിഞ്ഞു. പോയി. ആനയോ? അല്ല, ജാക്കി. രണ്ടാമത് ഞാൻ സ്റ്റെപ്പിനെ എടുത്ത് ഉരുട്ടി വിട്ടു. പോയി. സ്റ്റെപ്പിന്? കറക്റ്റ്. ഇപ്പൊ സാറിന് കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ടല്ലോ. ആനകൾ അനങ്ങിയില്ല. പിന്നെ എന്റെ സാറേ, എനിക്ക് ഒരുമാതിരി ചൊറിഞ്ഞു പറഞ്ഞു വന്നു. ഞാൻ വീൽ കപ്പും ലാമ്പും ബമ്പർ എല്ലായിടത്തും ചണ ഗുണ വലിച്ചെറിഞ്ഞു. അവസാനം എന്റെ നല്ല കാലത്തിന് കാശിരുന്ന ബാഗ് കൈ കിട്ടി. 10,500 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാനെടുത്ത് ഹറ്റേറി എറിഞ്ഞു കൊടുത്തു. അപ്പോ ബമ്പറും ടെയിൽ ലാമ്പും കാശും കൂടെ പോയി അല്ലേ? പോയെങ്കിൽ എന്ത് സാറേ, ആനകൾ പോയി കിട്ടിയില്ലേ? ഞാൻ എന്റെ ഉള്ള ഉയരം കൊണ്ട് മല ഇറങ്ങി പോകുന്നു. ഇപ്പോഴും എന്റെ കൈ വിറയ്ക്കുന്നുണ്ടല്ലേ സാർ? എന്നിട്ടിപ്പോ കാർ എവിടെ? കാറ് അങ്ങ് ശബരിമലയല്ലേ? ശബരിമലയിലെവിടെ? അങ്ങ് ഇറക്കത്തിൽ. അവിടെ എല്ലാം ഇറക്കമാണല്ലോ. അങ്ങോട്ട് പോകുമ്പോ കയറ്റമല്ലേ സാർ? കാർ എവിടെ കിടക്കണ്ട ചോദിച്ചത്? ഇങ്ങോട്ട് വരുമ്പോ ഇടവശത്തുള്ള കള്ള് ഷാപ്പിന് മുമ്പ് കിടപ്പുണ്ട്. അത് ശരി. അപ്പൊ ആനയല്ല ഷാപ്പായതെല്ലാം കൊണ്ടുപോയത്.